പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളൊപ്പം നടന്ന് അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് താങ്ങാവുകയും അവസാന കാലയളവിൽ പീരുമേടിൻ്റെ ജനനായകനായി മാറിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് വാഴൂർ സോമൻ വിടവാങ്ങിയിട്ട് നാളെ 1 വർഷം പിന്നിടുകയാണ്. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം 2001 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 4.5 വർഷക്കാലം കൊണ്ട് പീരുമേടിനെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുകയും തൻ്റെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി യാത്രയാകുകയും ചെയ്ത പീരുമേടിൻ്റെ ജനനായകന് 1 വർഷം പിന്നിടുമ്പോഴും കണ്ണീർ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് പീരുമേട് ജനത. പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും മനസ്സിൽ നിന്ന് ഈ നിറചിരി മാഞ്ഞിട്ട് നാളെ 1 വർഷം പിന്നിടുകയാണ്. AISFലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി 1965-70 കാലഘട്ടങ്ങളിൽ പാർട്ടി നിർദ്ദേശപ്രകാരം തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനായി കോട്ടയം ജില്ലയിലെ വാഴൂരിൽ നിന്നും പീരുമേട്ടിലെത്തിയ വാഴൂർ സോമൻ തൻ്റെ മരണ സമയം വരെയും പീരുമേടുകാരനായി ജീവിക്കുകയായിരുന്നു. എസ്റ്റേറ്റ് ഉടമകളും ഗുണ്ടകളും പോലീസിൻ്റെ സഹായത്തോടെ പീരുമേട്ടിൻ്റെ തോട്ടം മേഖല അടക്കി വാണിരുന്ന കാലത്ത് ഐതിഹാസികമായ പച്ചക്കാനം സമരത്തിൽ തോട്ടം തൊഴിലാളിമാർക്ക് വാഴൂർ സോമൻ എന്ന യുവ ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. പിന്നീട് അർണക്കൽ എസ്റ്റേറ്റിൽ തൊഴിലാളി സമരം പൊട്ടിപ്പുറപ്പെട്ടതോടെ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊഴിലാളികളെ ഇറക്കുന്നതിനായി പോലീസ് സ്റ്റേഷനിലെത്തിയ വാഴൂർ സോമനെ പോലീസ് ലോക്കപ്പിൽ വരവേറ്റതിൻ്റെ മാറാത്ത മുറിപ്പാടായിരുന്നു ജീവിതാവസാനം വരെയും കൂനി നടക്കേണ്ടി വന്നത്. സോവിയറ്റ് യൂണിയനിൽ പോയി ചികിത്സ തേടി തിരികെ എത്തിയ അദ്ദേഹം വീണ്ടും പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾക്ക് ഊർജ്ജമായി മാറി. 2005 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിലെ ചുവടുവയ്പ്. പിന്നീട് സംസ്ഥാന വെയർഹൗസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും വഹിച്ചു. ഒടുവിൽ ഏറെ വൈകിയാണ് പീരുമേട് നിയോജക മണ്ഡലത്തിൽ നിന്നും MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അദ്ദേഹത്തെ തേടി അവസരം എത്തിയത്. ഒടുവിൽ പീരുമേട് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട വാഴൂർ സോമൻ്റെ 4.5 വർഷവും പീരുമേടിനെ വികസന പാതയിലേക്ക് നയിക്കുവാനുള്ള നെട്ടോട്ടമായിരുന്നു. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിരവധി വികസന സ്വപ്നങ്ങൾ ബാക്കിയാക്കി യാത്രയാവുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രിയ നേതാവിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും ഇടുക്കിയുടെയും പീരുമേട്ടിലെയും ജനങ്ങൾക്ക് വേണ്ടിയാണ് അധികൃതർക്ക് മുമ്പിൽ ശബ്ദമുയർത്തിയത്. തൻ്റെ 72-ാം വയസ്സുവരെ പൊതുപ്രവർത്തകനായി ജീവിതം ഒഴിഞ്ഞുവെച്ച വാഴൂർ സോമൻ എന്ന നേതാവിനെയും ജനപ്രതിനിധിയെയും അദ്ദേഹം വേർപിരിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോഴും പീരുമേട് ജനത ബാഷ്പാഞ്ജലികളോടെയാണ് ഓർക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.